പറ്റിയ തടിയന് ഇത്ര കുറച്ച് ആഹാരം മതിയോ? ഗീതേ, കഴിഞ്ഞ 14 വർഷം ദിവസവും ഞാൻ ഒരു ആനയെ തിന്നുമായിരുന്നു. എനിക്കിപ്പോൾ ഈ ജീവിതത്തോട് താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനിയും എന്റെ ശരീരം വളർന്നുകൂടാ. ഗീതയ്ക്ക് ഞാൻ നല്ലൊരു മാച്ച് ആയിരിക്കണ്ടേ? അയ്യോ ചാർലി, അങ്ങനെ മെലിയണ്ട. എനിക്ക് തടിയനെയാണ് ഇഷ്ടം. സോറി. താങ്ക് യു. ആരാ? ഹലോ, ഞാൻ ബിന്ദു. ഹലോ. നമ്മുടെ ചാർലി ചായന്റെ ചാർലിക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് കുട്ടി ചായൻ ഏർപ്പാട് ചെയ്ത കാര്യമാ. ഞങ്ങളിത് വഴി ടൂറിന് ഇറങ്ങിയപ്പോ ചാർലി ചായനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. ബിന്ദുവിനും താല്പര്യമാ. ചേച്ചി. അയ്യോ സമയമില്ല, പിന്നെ 1-2 കാപ്പി കുടിക്കാനുള്ള സമയമേ ഉള്ളൂ. എന്റെ അങ്കിളിന്റെ ഹൃദയം പൂവാ, ചെമ്പരത്തിപ്പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്തമാ. Made for each other. ये तुझे के लिए. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ല് ബിന്ദു. എന്താവോ? ആരാ? ഞങ്ങള് വേളാങ്കണ്ണി വന്നതാ. അതിന് വേളാങ്കണ്ണി ഇതല്ലല്ലോ. മത്തായി ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? ഏത് മത്തായി ചേട്ടൻ? നിങ്ങളെ ആരാ ഈ മുറിയിലോട്ട് പറഞ്ഞുവിട്ട്? വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ട. ചുണ്ടില് കോഫി. ഈ കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാവം മത്തായി ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്കണ്ണി ടൂർ സംഘടിപ്പിച്ചത്. ഒറ്റയ്ക്കൊരു സ്ത്രീ ചെറുക്കനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. ഓ, ഈ കാലത്ത് അങ്ങനൊന്നുമില്ല. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. എങ്ങോട്ടാ? അതൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 5 പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. അവൻ മസ്കറ്റില. ഞാനാ മൂത്തത്. എന്റെ താഴെ 4 പേരെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയുള്ളത് ഞാനാ. നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത്? നമ്മൾ എങ്ങോട്ടാ പോണേ? വരണം വരണം വരണം. കേറണം കേറണം വരണം. ആ കേറണം. വണ്ടി എടുക്കണോ? വണ്ടി എടുക്കണോ? എന്താ വണ്ടി വണ്ടി വൃത്തിയായിട്ടവനെ എന്നാ പണിയായി ഇവൻ കാണിച്ച്? എടാ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കെട്ടിയടാ കൂഴത്തൊക്കെ കാട്ടാനേ കെട്ടിക്കോ. മുടയില്ലേലും ഞാൻ പോവേ. ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാനാ ഗീതാ കൃഷ്ണൻ. ആ, എന്ത് വേണം? മിസ്റ്റർ ചാർലി ഉണ്ടോ അവിടെ? സോറി, ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കുക? മാർഗരറ്റിന്റെ വീട്ടിൽ. അവിടെ എന്താ? ഒന്നുമില്ല, അവര് ഫ്രണ്ട്സാ. അവർ തനിച്ചിരുന്ന് ബോറടിക്കുമ്പോ വല്ലപ്പോഴും പോവാറുണ്ട്. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവരുടെ ഹസ്ബൻഡ് ഷാർജയിലാ. കുട്ടികളില്ല. എപ്പോ വരും? ഇനി നാളെ രാവിലെ വരൂ. ഇതെന്താ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ എവിടെയും ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. ദാറ്റ്സ് ഓൾ.
ആശ നീ ഇതുവരെ വരെയും കഴിഞ്ഞില്ലേ? കഴിഞ്ഞടി. അയ്യോ എടി കഞ്ഞി പിശുക്കി. എടി അവര് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ? അയ്യോ ടിക്കറ്റ് നാളെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? ദേ നല്ല സിനിമയാ. ഇന്നലെ ഉഷ കണ്ടേ ചുഗ്രനായിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് പേര് കേട്ടാ മനസ്സിലാവില്ലേ? മേനെ പ്യാർ കിയാ. ഹലോ, ഡോക്ടർ കുമാർ ഹിയർ. നിങ്ങളുടെ മകൾ വിമലയും ആശ ജെയിംസും കൂടെ മേനെ പ്യാർ കിയ എന്ന സിനിമ കാണാൻ പോയിട്ടുണ്ട്. കൂടെ കുറെ പൂവാലന്മാരും. ഹു ആർ യു? ഞാൻ നിങ്ങളുടെ ഒരു പേഷ്യന്റും വെൽവിഷറുമാണ്. താൻ ആരാണെന്ന്? മേനെ ഇറങ്ങടേ. യെസ്. ഐ എം ഡോക്ടർ കുമാർ. നിങ്ങളുടെ മോളെ വീട്ടിലിരുത്തി മര്യാദയ്ക്ക് വളർത്തിയാ മതി. ഈ അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫ് ഒന്നും ഇവിടെ വേണ്ട. ഇത് നാടാ. എന്തുണ്ടായി? ഒന്നുമില്ല. പൂവാലന്മാരൊത്ത് സിനിമ കാണാൻ പോയിരിക്കുന്നു. മേനെ പ്യാർ കിയ. പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്റെ മോളുമായിട്ട് വേണ്ട. അവളെ ഒന്ന് മര്യാദയ്ക്ക് കെട്ടിച്ചു വിട്ടാ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കൊള്ളാം. ഞാൻ ഇവളുടെ ഡാഡിയല്ല, അങ്കിളാ, ചിറ്റപ്പൻ, ചാളി. ആരായാലും എന്താ മിസ്റ്റർ, തെറ്റ് ചെയ്താ ശിക്ഷിക്കണം. ശിക്ഷിക്കാലോ? സംശയം എന്താ? അതിന് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. പിടിച്ചോ. മിസ്റ്റർ, എന്താ ഇത്? ഒരുത്തന്റെ കൂടെ ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ മകളാ. നിങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞ വെൽവിഷർ ഉണ്ടല്ലോ, അത് ഞാനാ. കറി കറടി. മിണ്ടി പോരുത്. നിന്നെ കൂട്ടുപിടിച്ച് വേറൊരു കുട്ടി കൂടി ചീത്തയാവണ്ട. ഹലോ ബൺ, യെസ് ബൺ. ഞങ്ങൾ കട്ട് മിസൈൽ വിടാൻ പോവാ. ആ വിട്ടോ, വല്ലവന്റെ ഉച്ചി വീഴല്ലേ. നോ സർ. റെഡി? യെസ് സർ. 5 4 3 2 1 0. ഓടിക്കടാ. അയ്യോ, എന്താ അപ്പോ തുണിക്ക് തേ പിടിച്ചോ? വേഗം വാ. ഓ ഗോഡ്, മൈ ക്ലോത്ത്സ് എന്റെ ക്ലോത്ത്സ് ഒക്കെ പോയി. എന്റെ ചുരിദാർ എവിടെ? മൈ ക്ലോത്ത്സ്. അയ്യോ, അവിടുത്തെ ആ ആറാം പറഞ്ഞവന്റെ പണിയാ. അയ്യോ എന്റെ നൈറ്റി. സോറി ആന്റി. It's all right, my sweetie. മറിയ, അങ്കിൾ എബടാ? മറിയ. ഞാൻ പോട്ടെ. മറിയ വരുന്നില്ലാന്ന്. അവളോട് ഒന്ന് ജ്യൂസ് കുടിക്കാൻ പറ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലേ കുടിക്കൂന്ന്. മെറിയ, ടൊമാറ്റോ ജ്യൂസ്. എനിക്ക് വേണ്ട. അത് പറ്റത്തില്ല. ആഹാ. ഓ, ഇറ്റ്സ് എ ഫോൺ. ഹലോ. ഹായ് അങ്കിൾ ബാൻ, വെൽക്കം വെൽക്കം. ഈ അയൽക്കാരെ ഓർമ്മയുണ്ടല്ലോ?
അയൽക്കാരെ സ്നേഹിക്കണമെന്നാണല്ലോ. ഇറ്റ്സ് എ ഫോൺ. ഇറ്റ്സ് എ ടെലിഫോൺ. ആദ്യമായി വീട്ടിൽ വരുമ്പോ ഞാൻ എന്താ നോ 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 അങ്ങനെ പറയരുത്. നോ 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 സം സോഫ്റ്റ് ഡ്രിങ്ക്സ്, ലിംക, പെപ്സി, ഫ്രൂട്ടി. നോ നോ. Then I have champagne specially made for you. Specially made for me? Yeah. No 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 no. no അങ്ങനെ no പറയരുത്. no. Please uncle. Hey no no. Hey no no. Please Margaret. Hey please. My sweet no. No Charlie, it's a pleasure. Here it is. No no. Please. No no. Please Ban. No no. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇവിടെ വന്നാ നേരിട്ട് കാണാം. ഈ കാര്യത്തിൽ കുട്ടി എന്താ ഇത്ര താല്പര്യം കാണിക്കുന്നേ? എനിക്ക് നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെടാൻ. Back to back, I said back to back, I said. Ida! 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 ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഗീതേ. എനിക്കൊന്നും കേൾക്കണ്ട. ഗീത, നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല, യാതൊന്നുമില്ല. എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? ഐ ഡോണ്ട് നീഡ് എനി ഡാം എക്സ്പ്ലനേഷൻ. ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നീ എന്തായി പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ ഈ ലോകത്തുള്ള ഏത് സ്ത്രീ ഒരുപോലെ, അതിനപ്പുറം ഞാൻ ആരുമല്ല. എനിക്കൊരു സ്ഥാനമില്ല. എന്നെ വിട്ടേര്. ഒരിക്കലും അങ്ങനല്ല, നീ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ആരെ രക്ഷിച്ചു? നശിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഗീത, ഇതിനുത്തരം ആശയോട് നിങ്ങൾ പറഞ്ഞില്ല. തെറ്റുപറ്റിയത് എനിക്കാ. ഞാനൊരു ഫൂളാ, ഇഡിയറ്റ്. ഗീത, ഇതിനു മുൻപ് ഇതുപോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒടുവിൽ വേർത്തിട്ടുണ്ട്. അവരുടെ ആരുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല. എനിക്ക് കഴിയും. ഈ നിമിഷം മുതൽ നിങ്ങളെ ഞാൻ മറക്കും. എന്റെ കോൺട്രാക്ട് തീരാൻ ഇനി 4 ദിവസം ബാക്കിയുള്ളൂ. ആ 4 ദിവസം ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ഗുഡ് ബൈ. ഗീത, നീ എന്നെ ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ല. എനിക്കറിയാം, എന്നെ മനസാക്ഷിക്കറിയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല.